രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ട് ഡിന്നറിനും ഒരേ തരത്തിലുള്ള പലഹാരം കഴിച്ചു മടുത്തവരാണോ നിങ്ങൾ? എങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കഞ്ഞി പോലെയുള്ള ഒരു പലഹാരം. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനാണെങ്കിലും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടതാനും. ഉണങ്ങിയ ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ 1/4 ടീസ്പൂൺ അളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റും 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 15 മിനിറ്റ് ഒക്കെ ആവുമ്പോൾ ഇതൊന്ന് ഫെർമെന്റ് ആയി വരും. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അളവില് മൈദ കൂടി ചേർക്കണം. മൈദ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കാം. മയത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മാവ് ബോൾ പോലെ ഉരുട്ടിയതിന് ശേഷം പൊങ്ങി വരാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. മൂടി വെച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ മേലെയായിട്ട് കുറച്ചുകൂടെ ഓയിലോ നെയ്യോ പുരട്ടി കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് മൂടി മാറ്റി വെക്കാം. എനിക്ക് ഈ മാവ് പൊങ്ങിക്കിട്ടാനായിട്ട് 1.5 മണിക്കൂർ സമയം ആവശ്യമായിട്ട് വന്നു. ഫ്ലഫി ആയിട്ട് തന്നെയാണ് മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുള്ളതും. ഇനി നമുക്ക് ഈ മാവിനെ ഒരു 3 പീസുകളായിട്ടൊന്ന് മാറ്റാം. ഇനി കയ്യിലിട്ട് ഒന്നുകൂടെ ബോൾ രൂപത്തിലേക്ക് ആക്കിയതിനു ശേഷം ഓയിൽ ബ്രഷ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ മേലെയായിട്ട് കുറച്ചുകൂടെ ഓയിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. അതിന്റെ മേലെയായിട്ട് കുറച്ച് റേസിൻസ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് എള്ളു കൂടി ചേർത്തിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിത് ആവി പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. 15 മിനിറ്റ് എങ്കിലും വേണം നമുക്കിതുപോലെ ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാനായിട്ടും. നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ പൊങ്ങി വീർത്ത് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ വേവായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം പാത്രത്തിൽ നിന്നും ഇളക്കി മാറ്റിയെടുത്തിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നോൺ വെജ് കറികളുടെ ഒപ്പം സെർവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും തയ്യാറാക്കിക്കോളൂ. എല്ലാവർക്കും വളരെ ഇഷ്ടമാകുന്ന നല്ല സ്വാദാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.